ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മളെ MI43 4K. ഇതാണ് ലേസർ റിപ്പയറിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമുക്ക് ഇടാൻ കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഞാനതിൽ ഷോർട്ട് ചെയ്തില്ല. ഭാഗം കംപ്ലൈൻറ്റ് ഭാഗം മാത്രം കാണിക്കുന്നൊരു വീഡിയോ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ താഴെ കൈകൊണ്ട് കാണിച്ചൊരു ഗോൾഡൻ കളറുള്ള ഭാഗം, അതാണ് ഗ്ലാസിൻ്റെ ഇൻറ്റേർണൽ ആർക്ക് ചെയ്ത് പോയൊരു ഭാഗമാണ്. ആ ഗോൾഡൻ കളറിൽ കാണില്ല, ആ വൈറ്റ് എന്താണ് ആ ഗോൾഡൻ കളറിൽ കാണുന്നതാണ് ഗ്ലാസിൻ്റെ ഇൻറ്റേർണൽ ആർക്ക് ചെയ്ത് പോയത്. ഈ ഇൻറ്റേർണൽ ആർക്ക് ചെയ്ത് പോകുമ്പോഴാണ് പാനൽ മ്യൂട്ടായി പോവുക, ഡെഡായി പോവുക, ഫുൾ ഡെഡായി പോവുക എന്നൊക്കെ പറയും. അങ്ങനെ ഫുൾ ഡെഡായി പോയൊരു പാനൽ നമ്മൾ ലേസർ ഉപയോഗിച്ച് റിപ്പയർ ചെയ്യുന്നൊരു വീഡിയോ ആണ് കാണുന്നത്. ലേസറിൽ നമ്മൾ അതിൻ്റെ ഷോട്ട് റിമൂവ് ചെയ്യുന്നതാണ് കാണുന്നത്. ഓക്കെ, ലേസർ ഉപയോഗിച്ചിട്ട് നമ്മളതിൻ്റെ ഷോട്ട് റിമൂവ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കാണുന്നത്. അങ്ങനെ അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും രണ്ട് സൈഡും നല്ലതുപോലെ ഷോർട്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് ചെയ്തില്ല ഭാഗത്തിന് നമ്മൾ റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ലേസറിൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് പുറത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കേസുകളുണ്ടല്ലോ, നമ്മൾ പാനലിൻ്റെ പുറത്തുനിന്ന് ചെയ്യാൻ പറ്റാത്ത കേസുകളാണ് നമ്മൾ ലേസറിൽ അകത്ത് നിന്ന് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് നമുക്ക് ഓൾറെഡി എന്താ പറയുക, അത് റിപ്പയറബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് കമ്പനി ടെക്നീഷ്യൻസൊക്കെ വന്ന് നോക്കിയതിന് ശേഷം പുതിയ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യണമെന്നാണ് കമ്പനിക്കാർ പറയുക. കാരണം അവർക്ക് പുറത്തുനിന്നുള്ള ടെക്നിക്കൽ പരമായ കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഇങ്ങനെ ലേസർ മെഷീൻ ചിലപ്പോൾ കമ്പനിയിൽ ഉണ്ടായിക്കോണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ആ കമ്പനിക്കാർ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കസ്റ്റമർ നമുക്ക് മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ ഇട്ടു. നമ്മൾ പറഞ്ഞു 100% കൊണ്ടുവന്നുള്ളത്, നമുക്ക് ഉടനടി തന്നെ റിപ്പയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കസ്റ്റമർ. നമ്മളത് സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് കസ്റ്റമർ ഫുൾ ഹാപ്പി ആയിട്ടാണ് പോയത്. കാരണം അത് ഡിസ്പ്ലേ എന്താ പറയുക, ഫുൾ ഡെഡായി കിടക്കുന്ന ഒരു TVനെ നമ്മൾ രണ്ടാമത് വർക്കിങ്ങിൽ എടുക്കുമ്പോൾ ഒരു സന്തോഷം അത് വേറെ ലെവലാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കസ്റ്റമർക്ക് നമ്മൾ ആ ഡിസ്പ്ലേ തന്നെ റെഡിയാക്കി കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണത് കാണുന്നത്. അപ്പം നിങ്ങളുടെ അടുത്തുള്ള TVകളൊക്കെ എന്തെങ്കിലും ഇഷ്യൂസായിട്ട് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഡിസ്പ്ലേ ഇനി റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള സെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മോഡൽ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെ നമ്പറിലൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു തരും. ഓക്കെ, ഇതൊക്കെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കമ്പനി ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യണം പറഞ്ഞാൽ ഒഴിവാക്കിയൊരു സെറ്റാണത്. അതിനെ നമ്മൾ ലേസർ ഉപയോഗിച്ചിട്ട് ചെയ്താണിത് കാണുന്നത്.